പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ മുല്ലേ 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 മുടിമേലെ മണ്ണ പരത്തണം മലയാളക്കരയിളക്കണം വിളമ്പാനായില നിരത്തണം ഒരുങ്ങിവാ മിനിങ്ങിവാ ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സത്യ മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ ലോകങ്ങൾക്കു മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിന്നേകാധിപതി നിയതമാരാധിപ്പൂഞ്ഞങ്ങളെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോ ബ്രഹ്മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗ ഭ്രഷ്ടത്തൻ വഴിയിലുമല്ല ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കു മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും. ഓക്കെ, അപ്പോ നന്മയുടെയും സമൃദ്ധിയുടെയും ഒരു പൊന്നോളം കൂടെ വന്നിരിക്കുകയാണ് ഈ വർഷത്തെ. ഓക്കെ, അപ്പോൾ നമ്മള് പ്രോഗ്രാം ഒക്കെ ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. ഈ ഓണാഘോഷത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും നമ്മുടെ പ്രധാനപ്പെട്ട ഗസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും എല്ലാ ശോഭികയുടെ സ്റ്റാഫിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഓണം സെലിബ്രേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഓഫീസിലെ അക്കൗണ്ട്സ് ഓഫീസർ ദിനകരൻ സാറ്, അദ്ദേഹത്തിൻ്റെ പത്നി റസീമയുടെ ടീച്ചർ കൂടിയാണ്, പിന്നെ നമ്മുടെ ശംസു സാറ്, സൂപ്പർവൈസേഴ്സ്, മറ്റ് സഹപ്രവർത്തകരും, നമ്മൾ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ് അല്ലേ? ആണോ? ആർക്കും അല്ല, എനർജി ഇല്ല ആണോ? നമ്മൾ തുടക്കം കുറിക്കുക. അന്ന് അത്ത് എത്രയായി? അത്തം തുടങ്ങിയോ? എത്രയായി? ഇന്ന് എത്രയാണ് കേട്ടോ? 10. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളിന്ന് തുടക്കം കുറിക്കുകയാണ് ആഘോഷത്തിന് അല്ലേ? നമ്മള് ഫസ്റ്റ് ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പൊ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. നമുക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ട്, അതുകൊണ്ട് ഓണമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ചെറിയ രീതിയിൽ ചിലപ്പോൾ ദിനത്തിൽ സംസാരിക്കായിരിക്കും. സാറിന് എന്തെങ്കിലും സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം നമ്മള്. അതേപോലെ പിന്നെ ടീച്ചറുണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ സമയം കൊല്ലുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയ ദിനത്തിൽ സാറിന്, റസി ടീച്ചർ, അതുപോലെ നമ്മളെ സ്വന്തം ആരാണ്? നമ്മളെ സ്വന്തം ശംസു സാറ്. അപ്പൊ ഞാൻ പറയാതെ അറിയപ്പോ എല്ലാവർക്കും ശംസു സാറ്. അതേപോലെ നമ്മളെ സൂപ്പർവൈസേഴ്സ്, അതേപോലെ നമ്മളെ ശോഭിക കുടുംബങ്ങളില്ല കുടുംബങ്ങളെ എല്ലാവർക്കും ഞാൻ ആദ്യമായി ഓണാശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ എല്ലാവരെയും ഞാൻ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും പേരെടുത്ത് പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തേണ്ടത് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൽ തട്ടി ഞാൻ ഒരിക്കൽ കൂടി ഓണാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ എല്ലാവർക്കുമായി നേരുന്നു. അതുപോലെ ഈ പരിപാടിയിലേക്ക് നമ്മളെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ അവർക്ക്, അതുപോലെ ശോഭികയുടെ എല്ലാ സ്റ്റാഫിനും, നമ്മുടെ മാനേജർ ഉൾപ്പെടെയുള്ള മൻസൂർ സാർ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും
നമ്മൾ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുന്നു. അപ്പോൾ ഓണാഘോഷത്തിനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് കേട്ട കഥകളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ വർഷത്തെ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഓണം 5-ാം തീയതിയാണ്, സെപ്റ്റംബർ 5-നാണ്. അന്നാണ് നബിദിനം. അല്ലേ സർ? നബിദിനം അന്നല്ലേ? അന്ന് തന്നെയാണ് അധ്യാപക ദിനവും. അങ്ങനെ ട്രിപ്പിൾ ട്രീറ്റാണ്. അപ്പോൾ ഇതൊരു വൻ ആഘോഷം തന്നെ എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഓണത്തെക്കുറിച്ച് നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മൾ ഒരു മഞ്ഞ കർക്കിടകം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചിങ്ങത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം എല്ലാവരുടെയും മനസ്സിൽ കാണും. നല്ല ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഒരു ആശ്വാസത്തിൻ്റെ കാലത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അതുപോലെ ഞാൻ ഓർക്കുന്നത്, കഴിഞ്ഞ വർഷം ഓണാഘോഷം വലിയ തോതിൽ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാം. ഒരു ദുരന്തം വയനാടിൻ്റെ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഔദ്യോഗികമായിട്ട് ഓണാഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. മറ്റു പലരും ആഘോഷിക്കാൻ മുതിർന്നില്ല, അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ. അതിനാൽ തന്നെ 2 വർഷം കഴിഞ്ഞ ഒരു നല്ല രീതിയിലുള്ള ഓണാഘോഷം നമ്മൾ ഇപ്പോൾ ആഘോഷിക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്നാണെന്നുള്ള ചിന്ത ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ, ഐശ്വര്യസമൃദ്ധമായ ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ, അത് നമ്മൾ വീണ്ടെടുക്കുന്ന വേളയാണ് ഈ ഓണം. അത് ഇവിടെയുള്ള ഇരിക്കുന്ന ഓരോ ആളുടെയും മുഖത്ത് എനിക്ക് കാണാവുന്നതാണ്. നമ്മളുടെ ഉള്ളിൽ തന്നെ ഓരോ മാവേലിയും അതുപോലെ തന്നെ ഓരോ വാമനങ്ങളുണ്ട്. അതാരാണ് അത് കണ്ടെത്തി എന്നൊരു കാലം കൂടിയാണ് ഇത്. നമ്മുടെ ഉള്ളിലുള്ള മാവേലി, നന്മയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായ മാവേലി നമ്മളുടെ ഓരോരുത്തരും ഉണ്ട്. അത് കണ്ടെത്തുക. മറ്റ് കൂടുതലായി ഞാനൊന്നും പറയാനില്ല. ഓണത്തിൻ്റെ സന്ദേശം ഇത്രയും കാര്യങ്ങൾ എനിക്ക് നമ്മുടെ ഇതൊന്നും ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്ന കാര്യമൊന്നുമില്ല. അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അത് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച മാനേജ്മെൻറ്റ് ഷംസുദ്ദീൻ സാറും മാനേജ്മെൻറ്റ് സ്റ്റാഫിനും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ദിനചന്ദ്രൻ സാറിൻ്റെ കൂടെ വന്ന വൈകിട്ട് പ്രസ് ടീച്ചറെയും ഈ വേദിയിലേക്ക് 2 വാക്ക് സംസാരിക്കാനായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴാണ് തോന്നുന്നു നല്ല ഭംഗിയായതല്ലേ? ഈ സ്റ്റേജിനെ നന്നായിട്ട് യോജിക്കുന്നുണ്ട് എൻ്റെ കോസ്റ്റ്യൂം. അതാണ് എനിക്ക് ഇവിടെ വന്നപ്പോഴുണ്ടായ സന്തോഷം. വരുമ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എല്ലാവരും ഓണക്കോടിയിൽ, ഞാൻ മാത്രം സാധാരണ ഡ്രസ്സിൽ. അതെനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടാണ് പറയാനുള്ളത്, ഇപ്പോഴും പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു സെറ്റ് സാരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് പറ്റുന്നില്ല, എല്ലാവരും ഓണത്തിന് ഓണസാരി ആയിരിക്കും, നീ ഒരു മാറ്റം എടുത്തിട്ട് പോകണം. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പക്ഷേ സ്റ്റേജ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ വന്നപോടെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു ചെറിയ അസൂയ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല സുന്ദരിയായിട്ടുണ്ട്, ഞാൻ മാത്രം ഇങ്ങനെ. ആ ഒരു സങ്കടം ഇപ്പം തീർന്നു. സ്റ്റേജിൽ നന്നായിട്ട് മാച്ച് ചെയ്യുന്നത് ഞാനാണ് ഈ സുന്ദരിമാരെക്കാളും, അല്ലേ? ആ ഒരു ആശ്വാസമുണ്ട്. അതിലേറെ എനിക്ക് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇന്ന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ സാധാരണക്കാരിയായിട്ട് ഇവിടെ സാധാരണ, അതായത് ഷോപ്പിൽ സാധാരണ ഒരു ഷോപ്പിങ്ങിന് വരാറുള്ളതാണ്. ആ ഒരു സ്ഥിതി മാറിയിട്ട് ഇന്ന് ഇവിടെ ഒരു നിങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ ഒരു ചീഫ് ഗസ്റ്റായിട്ട് വരാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. അങ്ങനെ വലിയ മനസ്സ് നിങ്ങൾക്കുണ്ടായതിലേറെ നന്ദിയാണ് എനിക്ക് അറിയിക്കാനുള്ളത്. പിന്നെ അതിനു മുമ്പേ എൻ്റെ കർമ്മം ഞാൻ മറന്നു പോകുന്നു. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ശോഭിക കുടുംബത്തിനെ മാനേജർക്ക്, എനിക്ക് പേരൊക്കെ മറന്നു പോകുന്ന ഷംസുദ്ദീൻ സാറിന്,
വരുമ്പോഴേ അദ്ദേഹത്തെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ ഈ ഓണത്തിന് ഒരു ടീച്ചറെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ, മുഖ്യാതിഥിയായിട്ട് സെലക്ട് ചെയ്യാൻ ഒരു കാരണം എനിക്ക് തോന്നി. എൻ്റെ ഹസ്ബൻഡ് അതൊക്കെ അറിയിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ 5-നാണ് ഓണം, വെള്ളിയാഴ്ച. സെപ്റ്റംബർ 5 എന്ന് പറയുമ്പോൾ നമ്മുടെ ദിവസമാണ്, അതായത് നമ്മുടെ അധ്യാപകരുടെ ദിവസമാണ്. അത് ഞാൻ എനിക്കത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ വർഷത്തെ ഓണം എനിക്ക് ഏറെ മാറ്റുകൂട്ടുന്ന, നമ്മുടെ അധ്യാപക കുടുംബത്തിന് ഏറെ മാറ്റുകൂട്ടുന്ന ഒരു ഓണമാണ്. അത് നമ്മുടെ അധ്യാപകർക്കും പിന്നെ ഓണം എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം തന്നെയാണ് നബിദിനവും എല്ലാം ഒരേ ദിവസം എത്തുന്ന ഒരു അപൂർവ സന്തോഷ നിമിഷമാണ് ഇന്നത്തേത്. ഈ വർഷത്തെ ഓണം, കഴിഞ്ഞ വർഷത്തെ ഓണം വളരെ ഉള്ളതായിരുന്നു, നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഈ വർഷം നമുക്ക് ദൈവം 10 മടങ്ങ് സന്തോഷിക്കാനുള്ള ഒരു അവസരം ദൈവം സഹായിച്ച്, വേറെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ 10 മടങ്ങ് നല്ല സന്തോഷത്തോടെ ആഘോഷിക്കാൻ ഒരു അവസരം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ ശോഭിക കുടുംബത്തിനും എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ഇനിയും അങ്ങോട്ടുള്ള ഓണം വളരെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരുമയുടെയും ആഘോഷമായിട്ട് നമുക്ക് അങ്ങോട്ട് ആഘോഷിക്കാൻ കഴിയട്ടെ. നമ്മൾ അതേ വൈകുള്ള ഒരു ടീച്ചറെ കിട്ടില്ലേ നമുക്ക്? അതെ, ഓക്കെ. നമുക്ക് അടുത്തതായി നേരത്തെ മൻസൂർ സാർ സൂചിപ്പിച്ച പോലെ നമ്മുടെ സ്വന്തം അല്ലെ ശോഭികയുടെ സ്വന്തം ഷംസ് സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇപ്പം മാഷ് പറഞ്ഞതുപോലെ പ്രാവശ്യത്തെ ഓണം നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ആഘോഷമായ ഓണവും നബിദിനവും നമ്മുടെ വഴികാട്ടികളായിരുന്ന അധ്യാപകരുടെ ദിനവും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഏറെ സന്തോഷവാന്മാരാണ്. അതുകൂടാതെ നമുക്കിന്ന് ഗസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഓരോ വ്യക്തിയും എന്നും നമ്മൾ നേർവഴിക്ക് നയിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ എന്നും നമ്മുടെ അധ്യാപകരാണ്. അവരെ തന്നെ ഈ അധ്യാപക ദിനത്തിൻ്റെ ഓർമ്മക്കായി നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയ വളരെ സന്തോഷമാണ്. അതുകൂടാതെ ഇതുപോലൊരു കുടുംബത്തെ ഇപ്പോൾ ടീച്ചർ പറയുകയുണ്ടായി, ഞാൻ ഓർഡർ ഡ്രസ്സ് ധരിക്കാൻ നോക്കുമ്പോൾ ദിനേന്ദ്രൻ മാഷ് അത് വേണ്ട ഇത് മതിയെന്ന് പറഞ്ഞ് പുതിയ ഡ്രസ്സ് തയ്ച്ചു കൊടുത്ത് ദിനേന്ദ്രൻ മാഷ് ഭാര്യയോടുള്ള സ്നേഹമാണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹം മുൻകൂട്ടി കണ്ടു ശോഭികയുടെ സ്റ്റേജും മറ്റു കാര്യങ്ങളൊക്കെ. ഇതുപോലുള്ള ഒരു ദമ്പതികളെ ഇന്ന് ഗസ്റ്റായി കിട്ടുന്നതിൽ നമ്മളെല്ലാം അഭിമാനിക്കുന്നില്ലേ? അതുകൂടാതെ ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ ഓണം നിങ്ങളോടൊക്കെ ഒന്നിച്ച് ചെലവഴിക്കാൻ കഴിഞ്ഞ് ഞാൻ വളരെയേറെ സന്തോഷവാനാണ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മൻസൂർ കുടുംബത്തിൻ്റെയും ബിഗ്മാൾ എല്ലാത്തിൻ്റെയും ഓണാശംസകൾ നിങ്ങൾ ഓരോരുത്തർക്കും വ്യക്തിപരമായി നേർന്നുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആൻഡ് നെക്സ്റ്റ് ഒരു ആദരിക്കൽ ചടങ്ങാണ്. അപ്പോൾ ഷംസ് സാറെ ഞാൻ ആദരിക്കുകയാണ്, നമ്മുടെ ഗസ്റ്റിനെ ആദരിക്കുകയാണ്. അപ്പം ഷംസ് സാറെ വേദിയിലേക്ക് ആദരിക്കുന്നതിന് ഇൻവൈറ്റ് ചെയ്യുന്നു. അതേപോലെ ആദരവ് ഏറ്റുവാങ്ങാനായി ദിനകരൻ സാർ, ഡയറക്ടർ മൂന്നാമത്തെ ഓണാവകാശമാണ്. 3 വർഷവും അതിഗംഭീരമായി നടത്തിയിട്ടുണ്ട്. എന്നിൽ അർപ്പിതമായ കർമ്മ ആശംസകൾ അറിയിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, മറ്റ് സഹപാഠികൾ, ഓൾവേസ് ഓൾസോ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അല്ലെങ്കിൽ ഇപ്പം ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പറക്കണ പൂവേ 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 കളറാവട്ടെ, ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവർ
കളറാവട്ടെ മുല്ല 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 മുടിമേലെ മണം പരത്തണം മലയാളക്കരയിളക്കണം വിളമ്പാനായില നിരത്തണം ഒരുങ്ങിവാ മിനിങ്ങിവാ ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സത്യ മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട്. അപ്പൊ ഓണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒന്നാണല്ലേ തിരുവാതിരക്കളി. അപ്പൊ നമുക്ക് നല്ലൊരു തിരുവാതിരയോടെ തന്നെ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാ കൈയടിയോട് തന്നെ അവരെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ശോഭയുടെ സ്വന്തം കലാകാരന്മാരായ രാധിക ദേവി, ഷീബാജി, ഷീബാസി, ബിജി ദേവി, ഷൈമ, രജിത, പൂമണി എല്ലാവരെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നല്ലൊരു കൈയടിയോടെ ഭൂതഗണാധിസേവിതം കവിധ്വജം ഭൂഭരസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിൻ കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ
മൊഴിക്കെന്റെ മുന്നിൽ വന്നു വീണങ്ങളും കവിക്കും ചൊല്ലാൻ നല്ല നീ കണ്ണിയ പാടി നല്ല പോലെ തുണച്ചിടും നല്ലതും വല്ലതായിരും നീ തുണയ്ക്കാൻ ഞാൻ വ്യാസനും ഗുരുക്കന്മാരും ഈശ്വരനും ഈശ്വരിയോടെ സുചരിത്തി അഴകോടെ വാസം ചെയ്യണം ചരമി മംഗളം മംഗളനായക ഉദരണി സൗഭാഗ്യം നിറയുക ചരമി മംഗളം മംഗളനായക ഉദരണി സൗഭാഗ്യം നിറയുക ഉദരണി സൗഭാഗ്യം നിറയുക ഉദരണി സൗഭാഗ്യം നിറയുക ഓക്കെ, ഇപ്പൊ നല്ലാണ് ഒരു ഓണത്തിന്റെ ഒരു വൈബൊക്കെ വന്നു തുടങ്ങിയില്ലേ? അതെ, ഇനി നമ്മൾ തിരുവാതിര കണ്ടു. ഇനി നമുക്ക് ഒരു ഓണപ്പാട്ടായാലോ? റെഡിയല്ലേ? എന്താണ് കുറച്ച് ഉഷാറാവ്? അപ്പൊ വെയിറ്റ് ചെയ്യാം. ഓണപ്പാട്ടിനായി പുഷ്പവല്ലി, ശൈലജ, ഷീബാസി, വിഷ്ണുപ്രിയ ആൻഡ് ദിവ്യ KV നല്ലൊരു പേടിയോട് തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം.
അടുത്തതായി നമ്മുടെ ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാസർഗോഡിന്റെ സ്വന്തം സ്പെക്ടാക്കുലർ ഡാൻസ് ടീം എത്തിയിരിക്കുകയാണ്. അപ്പൊ അവര് വല്ല സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾക്ക് ഡാൻസ് കളിപ്പിക്കാണ്ട് വിടൂലല്ലോ, വിടുവാ? നമുക്ക് എല്ലാവർക്കും സുപരിചിതരാണ് അല്ലേ സ്പെക്ടാക്കുലർ ടീം. നമ്മൾ ഈ ലാസ്റ്റ് ടൈം കണ്ടു ഒരു ഓണം മൂഡ് ഡാൻസ് അല്ലേ, നമുക്ക് നേരിട്ട് കാണണമല്ലേ? ഇനി നമ്മൾ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷേ നമുക്ക് ലൈവ് ആയിട്ട് നിങ്ങളുടെ ഒരു പെർഫോമൻസ് കാണണം. അപ്പൊ ഒരുപാട് ശോഭികൾക്ക് വേണ്ടി ഒരുപാട് വീഡിയോസും ഡാൻസ് വീഡിയോസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പം വേദിയിലേക്ക് സ്പെക്ടാക്കുലർ ഡാൻസ് ടീമിനെ ഓരോരുത്തരായി ക്ഷണിക്കുകയാണ്.
കളിച്ചത്. ഓക്കെ, അപ്പൊ നമ്മള് അവരെ ഒരു മൊമെന്റ് കൊടുത്ത് ചെയ്യുന്നൊരു ഇതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യാം ഓരോരുത്തരെയും. പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ മുല്ലേ 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 മുടിമേലെ മണ്ണ പരത്തണം മലയാളക്കരയിളക്കണം വിളമ്പാനായില നിരത്തണം ഒരു ജീവ മൂട് മൂട് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സത്യ മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ശരി, അപ്പൊ നമ്മളെ ഡാൻസും പാട്ടൊക്കെ ഒരുവിധം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗെയിംസിലോട്ട് കടന്നാലോ? ഉഷാറല്ലേ? നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു സുന്ദരിക്ക് പൊട്ടുതൊടലാണ്. അപ്പൊ നമുക്ക് മത്സരിക്കാൻ താല്പര്യമുള്ളവർക്ക് വേദിയിലേക്ക് വരാം. ഒരു 3 ലേഡീസ് സ്റ്റാഫ്, 3 ജെന്റ്സ് സ്റ്റാഫ്. മത്സരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒറ്റ കൈ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ബോർഡ് പിടിച്ച് സൈഡ് പിടിച്ചു വെക്കേണ്ട പരിപാടിയും പാടില്ല. നേരെ പോവുക. ബോർഡിൻ്റെ അടുത്ത് എത്തി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലൊരു
മതി സർ, നല്ലൊരു കൈ കൊടുത്തേ. പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ മുല്ലേ 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 മുടിമേലെ മണ്ണ പരത്തണം മലയാളക്കരയിളക്കണം വിളമ്പാനായില നിരത്തണം ഒരുങ്ങിവാ മിനിങ്ങിവാ ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് നേരത്തെ തന്നെ വന്ന് സഹകരിച്ച് നമ്മൾ സ്ഥലത്തേക്ക് നിർത്തും. അതുപോലെ ക്ഷണം സ്വീകരിച്ച് വന്ന ഞങ്ങൾ ഗസ്റ്റുകൾക്കും ഇങ്ങനെ ഒരു അവസരം തന്ന ശോഭിക മാനേജ്മെന്റിനും എന്റെയും ശോഭിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പറക്കണ പൂവേ പൂവേ പൂവേ
ആവട്ടെ മുല്ല 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 മുടിമേലെ മണ്ണ പരത്തണം മലയാളക്കരയിളക്കണം വിളമ്പാനായില നിരത്തണം ഒരു ജീവ മിനിങ്ങി വാ ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സത്യ മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട്